ഞങ്ങൾ ലാസ്റ്റ് ഒരു ട്രിപ്പിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കസിൻസ് ഒക്കെ കൂട്ടിയിട്ടാണ് ഗൈസ് പോയത്. അമ്മാമ്മമാരും അച്ചാച്ചന്മാരും ചേച്ചിയമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു ഗൈസ്. പാട്ടൊക്കെ പാടിയിട്ടാണ് ഞങ്ങൾ പോയത്. ട്രാവലർ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിച്ചു കേട്ടോ. പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തകർത്തു ഞങ്ങൾ. ഇത് ഞാനാണ് ഗൈസ്. എല്ലാവരും പാടിയിട്ടോ. പക്ഷെ കുറച്ച് വീഡിയോസ് മാത്രം നമ്മൾ ഇതിൽ കയറ്റിയിട്ടുള്ളൂ. വരുന്ന വഴിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റിസോർട്ടിലെത്തി അല്ലേ? ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് തനിമ ഫാം തനിമ റിസോർട്ടാണിത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് നല്ല സൂപ്പർ ആയിരുന്നു. നമ്മൾ കേറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. നല്ല അടിപൊളി ഗാർഡൻസും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടൊരു പ്രത്യേക ആംബിയൻസ് തന്നെയായിരുന്നു അവിടെ. വന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടാണ് അവർ നമ്മളെ സ്വീകരിക്കുന്നത്. നമ്മളപ്പോൾ ഒരു ഗൈഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഗെയിമൊക്കെ കളിച്ചു ഞങ്ങള്. പിന്നെ കയാക്കിങ് ഞങ്ങൾ ചെയ്തു. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിൽ ഞങ്ങൾ കയറി. ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം സമയം പോയിണ്ടായിട്ടോ. ഞങ്ങൾ വരാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിണ്ടായിരുന്നു. ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടു ഗൈസ്. ഗൈസ് ഞാൻ ഊഞ്ഞാലാടുന്നു. നല്ല തെങ്ങുംതോപ്പും പിന്നെ എന്താ പറയാ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സും വെജിറ്റബിൾ ഗാർഡനും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഗൈസ് ഞങ്ങൾ പാമ്പിനും ഓന്തിനും ഒക്കെ കൈമൊക്കെ വെച്ചിട്ട് ഗൈസ് നല്ല രസമുണ്ടായിരുന്നു. ഗൈസ് എല്ലാരും വെച്ചിണ്ടായി. ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടാ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഈ വക മൃഗങ്ങളെയൊക്കെ പിടിക്കുമ്പോ ഭയങ്കര കൗതുകമായിരുന്നു. ബാലുട്ടൻ മുയലിനെ പോയി പിടിച്ചു. ബാലുട്ടൻ എന്ന് പറയുന്നത് എന്റെ ഉണ്ണിയാട്ടോ ഗൈസ്. അതിനുശേഷം അവരുടെ തന്നെ ഒരു വണ്ടിയിലാണ് ഞങ്ങള്. അതിനുശേഷം സിപ്പ് ലൈനിൽ കയറിട്ടോ. ഞാനും ബാലും കൂടി സിപ്പ് ലൈനിൽ പോണം നോക്ക്. സിപ്പ് ലൈൻ നല്ല രസമായിരുന്നു ഗൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വല്യമ്മയും വലിയമാരും എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ച ഭക്ഷണം സൂപ്പർ സദ്യ. അതെ, വെജും നോൺ വെജും ആയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഒരുവിധം സാധനങ്ങളൊക്കെ അവര് അവിടെ തന്നെ നട്ടു വളർത്തിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാനാണ്. അതും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് പോലെ തന്നെയായിരുന്നു. അധികം നമ്മൾ പുറത്തു പോണ സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവാത്ത ഒരു തരം ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഞങ്ങള് ഫാമിൽ പോയി. അതെ, അവിടെ ചെന്നിട്ട് കുതിരസവാരി ഒക്കെ ചെയ്തു. പിന്നെ ഗോകാട്ടിങ്. ബാലുവിന്റെ പിന്നാലെ ആ പയ്യനോടി മട്ടിട്ടോ. അവൻ ഈ വക വണ്ടികൾ ഓടിക്കുക അതൊക്കെ ഭയങ്കര ക്രേസുള്ള കാര്യമാണ്. സ്റ്റേജ് ഭാവി ഓടിച്ചു. അടുത്തത് ഒരുവിധം പേരൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഓടിച്ചിട്ട് ഗൈസ്. ഊഞ്ഞാലാട്ടം തന്നെയായിരുന്നു മെയിൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയതാണ് പൂളിലേക്ക്. പൂളൊരു രക്ഷയില്ല ഗൈസ്. നമുക്ക് അവിടെ പ്രൈവറ്റ് പൂളും പബ്ലിക് പൂളും ഉണ്ടായിരുന്നു. രണ്ടില് കയറി ഞങ്ങൾ. അതെ, പ്രൈവറ്റ് പൂളിൽ നമുക്ക് ഫസ്റ്റ് കുറച്ച് സമയം അലൗട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ പിന്നെ പബ്ലിക് പൂളിൽ പോണത്. ആർമാദിച്ചിട്ടുണ്ട് ഗൈസ്. പബ്ലിക് പൂളിൽ നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. അതിന് കുറച്ച് ആക്ടിവിറ്റീസും കൂടി ഉണ്ടായിരുന്നു. കുട്ടികളതുകൊണ്ട് അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അടുത്തത് നമ്മുടെ റെയിൻ ഡാൻസ്. അതെ, പൂളിന്ന് ഞങ്ങൾ പോയിട്ട് പിന്നെ കയറിയത് റെയിൻ ഡാൻസിലേക്കായിരുന്നു. റെയിൻ ഡാൻസ് പ്രണവും അടിപൊളി പാട്ടൊക്കെ ഇട്ട് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട് റെയിൻ ഡാൻസ്. ഞങ്ങൾ
പോണോര് ഇവിടെ കേറാൻ ഒരു മടിയൊന്നും വിചാരിക്കും. നമ്മളങ്ങനെ കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് എന്താ പറയാ അതുപോലെ ആസ്വദിക്കും. എനിക്ക് അവിടെ മടി ഞങ്ങള് ഉണ്ടായിരുന്നു ഗൈസ്, പിന്നെ ഞാൻ അവിടെ ഞങ്ങള് കേറിയിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് പിന്നെ ഞങ്ങള് സൂപ്പർ പോയത് ആയിരുന്നു. ഏഹ് ട്രെയിൻ ട്രെയിൻ അവിടെ ഒന്ന് ചുറ്റി കണ്ടു. അവരുടെ തന്നെ ഒരു വണ്ടിയില്. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഗൈസ്. അത് കഴിഞ്ഞ് അവരുടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. പാർക്ക് സൂപ്പർ ആയിരുന്നു. പാർക്കിലും കുറച്ച് സ്ലൈഡ്സ്, ഊഞ്ഞാല് അതുപോലെ അച്ഛനൊക്കെ തന്നെ കയറി ഗൈസ്, അതെ. വലിയവരൊക്കെ കയറി. പിന്നെ അവിടെ മ്യൂസിക് ഉണ്ടായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ച് ഇത് കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുത്തു ഞങ്ങള്. ഫോട്ടോസ് ഒക്കെ എടുത്തു. ആ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഗൈസ്. അത് പൊട്ടിക്കാൻ കുറച്ച് പേർക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഇതിന്നൊന്നും പൊട്ടിക്കാൻ പാടില്ല. ആഹാ. ദേ ദേ അടുത്ത് ഗൈസ് ഒരാള് കിടന്ന് തൂങ്ങിയാടുന്നു. ഞാൻ പെട്ടേ. ആ മരങ്ങേറ്റവും ഉണ്ടായിരുന്നു ട്ടോ. ദേ തേജുവാവ. ആ തേജു അത്യാവശ്യം നേരം അതിലിരുന്നു ട്ടോ. പേടിക്ക് കരയോ ഒന്നും ഉണ്ടായില്ല. അവനൊരു കൗതുകായിരുന്നു. ആ വല്യച്ഛൻ സൈക്കിൾ ചവിട്ടി പോണ നോക്ക്. സൈക്കിള് അതിൽ നമ്മള് അധികം പേരൊന്നും കേറിയില്ല കേട്ടോ. പേടിയായിരുന്നു സത്യം പറഞ്ഞാല്. അത് നല്ല ഹൈറ്റ് ഉണ്ട്, അത് കാരണം ഒരാളെ കയറിയോളാം. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതും നല്ല രസമായിരുന്നു ട്ടോ. ആ സൂപ്പർ ആയിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ്. എല്ലാം കൊണ്ടും അടിപൊളി ട്രിപ്പായിരുന്നു ഗൈസ്. ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസ് നമ്മള് ഒക്കെ എടുത്ത് പോവാണ് ദേ അവിടുന്ന് ഇറങ്ങായി. ഒരു 6:30 7 മണിയോട് കൂടി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. അടിപൊളിയായിരുന്നു ട്രിപ്പ്.